ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്നിവിടെ നോക്കാൻ പോകുന്നത് ചെറിയൊരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളെപ്പറ്റി എന്താണ് ചിന്തിക്കുന്നത്, അവരുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഓർക്ക് ഇതൊരു ജനറൽ വീഡിയോയാണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ആദ്യം നമുക്ക് അവരുടെ കറണ്ട് എനർജിയിൽ 6 കാർഡ്സ് എടുക്കാവേ. അതിനു മുൻപായി ഒരു കാര്യം, നിങ്ങളുടെ സ്നേഹത്തിന് സപ്പോർട്ടിന് ഒക്കെ ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അവരുടെ കറണ്ട് എനർജിയിൽ ഫസ്റ്റ് നമുക്ക് വന്നിരിക്കുന്നത് ജഡ്ജ്മെന്റ് ആണ്. പിന്നീട് 5 ഓഫ് പെന്റക്കിൾസ്, അടുത്തായിട്ട് ചാരിയറ്റാണ് വന്നിരിക്കുന്നത്. ത്രീ ഓഫ് വാൻഡ്സ്, the high priestess, two of cups. അവരുടെ കറണ്ട് എനർജിയാണ്. ഇനി നിങ്ങളോടുള്ള മനോഭാവം എന്താണ് എന്ന് നോക്കാം. നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് എന്താണ്, നിങ്ങളെ എങ്ങനെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കുന്നത്. അടുത്ത വേറെ ഡെക്ക് എടുക്കാവേ. നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് എന്താണ്, നിങ്ങളെ എങ്ങനെയാണ് ഇപ്പോൾ അവർ സ്നേഹിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. 3 ഓഫ് കപ്സിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അടുത്തായിട്ട് വന്നിരിക്കുന്നത് 8 ഓഫ് പെന്റക്കിൾസ്, ത്രീ ഓഫ് വാൻഡ്സ്, വേൾഡ് ആണ് വന്നിരിക്കുന്നത്. വേറെ ഡെക്കിലെ കാർഡ്സ് ആണ്, അതുകൊണ്ടാണ് മാറ്റിയത്. മജീഷ്യൻ വന്നിരിക്കുന്നു. ടു ഓഫ് കപ്സ്, അപ്പൊ നമുക്ക് നോക്കാവേ. ഇവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവണം. ഇവിടെ നമുക്ക് അവരുടെ കറണ്ട് എനർജിയിൽ 6ാമത്തെ കാർഡ്സ് വന്നിരിക്കുന്നത് 2 ഓഫ് കപ്സ് ആണ്. നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് ചോദിച്ചപ്പോഴും 6ാമത്തെ കാർഡ്സ് വന്നിരിക്കുന്നത് 2 ഓഫ് കപ്സ് ആണ്. കണ്ടില്ലേ? അപ്പോൾ എത്ര നല്ല എനർജിയാണ് അല്ലേ? അപ്പൊ നമുക്കിവിടെ കാണാൻ കഴിയും, ഇവിടെ ബോട്ടം വന്നിരിക്കുന്നത് സ്ട്രെങ്ത് ആണ്. നമ്മൾ അവരുടെ കറണ്ട് എനർജിയിൽ ബോട്ടം വന്നിരിക്കുന്നത് 6 ഓഫ് സോഡ്സിന്റെ എനർജിയാണ്. മനസ്സിലായി? എന്തുവായാലും നിങ്ങൾ കുറച്ച് മുന്നോട്ട് പോകും എന്നുള്ളതാണ്. മുന്നോട്ട് നിങ്ങൾ ഒന്നിച്ച് സന്തോഷത്തിലേക്ക് പോകും എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഈ നെഗറ്റീവ് എനർജിയിൽ നിന്നും മുന്നോട്ട് പോകാൻ അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇപ്പോഴൊരു നെഗറ്റീവ് എനർജിയിലാണ്, ഇപ്പോൾ നിങ്ങൾ തമ്മിൽ നോ കോണ്ടാക്ട് അവസ്ഥയിലാണ്. കാരണം ഇവിടെ കണ്ടില്ലേ 5 ഓഫ് പെന്റക്കിൾസിന്റെ എനർജി വന്നിരിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇപ്പോൾ നിങ്ങൾ തമ്മിൽ നോ കോണ്ടാക്റ്റിലാണ്, അല്ല എങ്കിൽ ലെസ് കോണ്ടാക്റ്റിലാണ്. പക്ഷെ ഇത് ദീർഘകാലത്തേക്ക് നിങ്ങളിൽ നിന്ന് അവർ പിരിഞ്ഞു പോയിട്ടില്ല എന്നുള്ളത് നമ്മൾ ഇവിടെ കാണുന്നുണ്ട്.
അവരുടെ ഒരു കറണ്ട് എനർജി നമ്മൾ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിവിടെ ഫസ്റ്റ് വന്നിരിക്കുന്ന ജഡ്ജ്മെന്റ് ആണ്. ജഡ്ജ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? കണ്ടില്ലേ, രണ്ടാമത് ഇപ്പൊ നിങ്ങൾ തമ്മിൽ പിണക്കമാണ്, അതുകൊണ്ടാണ് ഈ ഒരു ജഡ്ജ്മെന്റ് അവരെ ആഗ്രഹിക്കുന്നത്. അവരെന്തോ ആഗ്രഹിക്കുന്നുണ്ട്, ഒരു ജഡ്ജ്മെന്റ് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് വളരെയധികം പോസിറ്റീവായിട്ടുള്ള എനർജിയിലേക്ക് മുന്നോട്ട് പോകണമെന്ന്. അപ്പൊ അവർ നിങ്ങളെ അത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് നമുക്ക് ഇവിടെ നിന്നും മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുകയാണ് നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഒരു കോണ്ടാക്ട് ഇല്ല, എന്തെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ ചെറിയ രീതിയിൽ ഒരു ഗുഡ് മോർണിംഗ് അല്ലെ ഒരു ഗുഡ് നൈറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ മെസ്സേജ് ഇട്ട് പോകുന്നതാവാം, ചിലപ്പോൾ കഴിച്ചോ അങ്ങനെയൊക്കെ. അപ്പം അല്ലാതെ വലിയൊരു കോണ്ടാക്ട് ഇല്ല എന്നുള്ളതാണ് നമ്മൾ ഇവിടെ മൊത്തത്തിലുള്ള എനർജിയിൽ കാണാൻ കഴിയുന്നത്. അങ്ങനെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളോട് ഇപ്പോൾ കുറച്ച് അകൽച്ചയുണ്ട്. എന്തിനാണെങ്കിലും ചിലപ്പോൾ ഏതെങ്കിലും ഫിനാൻഷ്യൽ ഇഷ്യൂസ് അവരുടെ ലൈഫിൽ ഉണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽത്ത് പ്രോബ്ലം ഉണ്ടാവാം. മനസ്സിലായി? അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങളിൽ നിന്ന് ഒന്ന് വിട്ടു നിൽക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി അതല്ല, അവർ ചിലപ്പോൾ ഒരു ജോബിന് വേണ്ടി ശ്രമിക്കുകയാണ്, അവിടെ ചാരിയിട്ട് വന്നിരിക്കുന്ന ഒരു ജോബിന് വേണ്ടി ശ്രമിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ അവരൊരു വാഹനം വാങ്ങിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടാവാം. അപ്പോഴൊക്കെ നിങ്ങളിൽ നിന്നും കുറച്ച് അകന്നു നിൽക്കുന്നു, അത് നല്ലതാണ് എന്നവർക്ക് തോന്നിയിട്ടുണ്ടാവാം. ഇവിടെ നമ്മൾ ആദ്യം തന്നെ വന്നിരിക്കുന്നത് ജഡ്ജ്മെന്റ് ആണ്. നിങ്ങളോടൊരു ജഡ്ജ്മെന്റ് വേണം, നിങ്ങളുമായിട്ട് ഒരു ജഡ്ജ്മെന്റ് വേണം, ദൈവത്തിൽ നിന്നൊരു ജഡ്ജ്മെന്റ് വേണം. എന്നാൽ മാത്രമേ മുന്നോട്ട് ഈ ലൈഫ് പോവുകയുള്ളൂ, കുറച്ചുകൂടി സന്തോഷമായിട്ട് പോകാൻ സാധിക്കൂ. അവരതിനായിട്ട് ആഗ്രഹിക്കുന്നു. അവർ കുറെ പ്രശ്നങ്ങളിൽ അകപ്പെട്ടിട്ടുണ്ട്, കുറെ ദുഃഖങ്ങൾ അവർ അനുഭവിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അപ്പൊ ഈ ഒരു എനർജിയിലൂടെ അവർ ഒരുപാട് കാലത്തേക്ക് നിങ്ങളിൽ നിന്നും പിണങ്ങിയിട്ടില്ല. തൽക്കാലത്ത് എന്തോ ചെറിയ പ്രശ്നങ്ങൾ, ചിലപ്പോൾ ചില മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവാം, നിങ്ങളെ ഒന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവാം, അതുമല്ലെങ്കിൽ നിങ്ങൾ അവരെ തെറ്റിദ്ധരിച്ച് നിങ്ങൾ ചിലപ്പോൾ വഴക്കിട്ടിട്ടുണ്ടാവാം, ഒരു ആർഗ്യുമെന്റ്സ് നടത്തിയിട്ടുണ്ടാവാം. അത് നിമിത്തമാവാം നിങ്ങൾ ഇപ്പോൾ ഇവിടെ കുറച്ചൊന്ന് നോ കോണ്ടാക്ട് അവസ്ഥയിൽ ആയിരിക്കുന്നത് എന്നാണ് കാണുന്നത്. അതുമല്ല എങ്കിൽ ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടാവാം. ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടി നിമിത്തം നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു ചെറിയ വേർപാട് സംഭവിച്ചിട്ടുണ്ടാകും. ഒന്നുകിൽ അത് അവരുടെ ഫാമിലിയിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിട്ടുണ്ടാവാം, എന്തെങ്കിലും ഇഷ്യൂസ് അവരുടെ ഫാമിലിയിൽ ഉണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ ഉണ്ടാവാം. അത് നിമിത്തം അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ തമ്മിൽ ചെറിയ അകൽച്ചയിൽ ആയിട്ടുണ്ടാവാം. പക്ഷെ എന്തായാലും അവരുടെ ഫാമിലിയിലായാലും നിങ്ങളുടെ ഫാമിലിയിലായാലും ഇതിനിടയിൽ കിടന്ന് ഈ ഒരു വ്യക്തി വിഷമിക്കുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. ഈ തേർഡ് പാർട്ടികളുടെ ഇടയിൽ കിടന്ന് നിങ്ങളുടെ വ്യക്തി വിഷമിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അങ്ങനെ നിങ്ങൾക്ക് വേണ്ടി ഒരു കാത്തിരിപ്പും ഉണ്ട് എന്ന് കാണുന്നുണ്ട്. അവരുടെ കറണ്ട് എനർജി എന്ന് പറയുന്നത്, അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഇതാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിവിടെ ഒരു സക്സസ് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുമായി മുന്നോട്ട് പോകണം. നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും, നിങ്ങളുടെ ഏത് തരത്തിലുള്ള സ്വഭാവമായാലും ശരി, അതിനെ കോംപ്രമൈസ് ചെയ്ത് നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതിനായിട്ട് അവർക്ക് മൈൻഡിനെ കുറച്ചുകൂടി ഒരുക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. അവരതിന് പരിശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. എന്ത് പ്രശ്നമാണോ ഇതിനിടയിൽ വന്നത് അതിനെ അവരൊന്ന് സോൾവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടി അവരിവിടെ വെയിറ്റ് ചെയ്യുന്നു എന്നും കാണുന്നുണ്ട്. ഇനി ഇതിനിടയിൽ വന്ന സൊല്യൂഷൻസ് അല്ല എങ്കിൽ ഇതിനിടയിൽ വന്ന പ്രോബ്ലംസ് എന്താണോ അത് നിങ്ങളോട് ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതാണ് ഇവിടെ ഹൈ പ്രീസ്റ്റസ് എനർജി വന്നത്. നിഗൂഢത എന്തൊക്കെയോ ഉണ്ട് അവരുടെ ഉള്ളിൽ, നിങ്ങളോട് പറയാത്ത ചില കാര്യങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ നേരിട്ടിട്ടുള്ള മുന്നേ സംഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ മുന്നേ അവർ അനുഭവിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് ഇപ്പോൾ അവർ മറച്ചു വെച്ചിരിക്കുന്നു, ഹൈഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. ഈ ഒരു എനർജി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവർ കുറച്ചുകൂടി അറിവുള്ള വ്യക്തികളാണ്, ദൈവാനുഗ്രഹമൊക്കെ ഉള്ള വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് കുറച്ചൊക്കെ തിരിച്ചറിവുകളുണ്ട്. നിങ്ങളോട് എന്ത് കാര്യം പറയണം, എന്ത് പറയണ്ട, എപ്പോൾ പറയണം, എങ്ങനെ പറയണം എന്നൊക്കെ അവർക്ക് നല്ലതുപോലെ ഐഡിയ ഉണ്ട്, അല്ലെങ്കിൽ നല്ലതുപോലെ അവർക്ക് അറിവുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അത് സമയമാകുമ്പോൾ അവർ പറയുകയും ചെയ്യും. ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ അവർ നിങ്ങളോട് വളരെയധികം സ്നേഹത്തിൽ കോണ്ടാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് കാണുന്നുണ്ട്. എന്നാൽ നിങ്ങളോടുള്ള സ്നേഹം സോൾമേറ്റ് പോലെയാണ്. നിങ്ങൾ അവരുടെ സോൾമേറ്റ് പോലെയാണ്, നിങ്ങൾ അവരുടെ ആത്മബന്ധമാണ്, ആത്മമിത്രമാണ്.
മനസ്സിലായി? അവരാഗ്രഹിച്ചതുപോലെയുള്ള ഒരു പെയറാണ്, അല്ലെങ്കിൽ അവർ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു പാർട്ട്ണറാണ് നിങ്ങളെന്ന് അവരെപ്പോഴും ചിന്തിക്കുന്നുണ്ട്. വീണ്ടും നിങ്ങളോട് തന്നെ കൂടിച്ചേർന്ന് അത് ഒരു കോംപ്രമൈസ് ചെയ്ത് നല്ല ഒരു ലൈഫിലേക്ക് പോകണം എന്ന് അവരിവിടെ ആഗ്രഹിക്കുന്നുണ്ട്. അവരിതാണ് നിങ്ങളെപ്പറ്റി ഇപ്പോൾ ചിന്തിക്കുന്നത്. ഇത്തരത്തിലുള്ള എനർജിയാണ് അവരുടെ ഇപ്പോഴത്തെ എനർജി. ഇതാണ് കാരണം നിങ്ങൾ തമ്മിൽ ഇപ്പോൾ നോ കോണ്ടാക്റ്റിലാണ്. അവർ നിങ്ങളോട് കൂടിച്ചേരാൻ ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ 2 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. ലാസ്റ്റിൽ 6ാമത്തെ കാർഡ് ഇവിടെ 2 ഓഫ് കപ്സ് ആണ്. അതായത് നിങ്ങളോട് അത്രമാത്രം സ്നേഹമുണ്ടായിരുന്നു, നിങ്ങളോട് ഒരു സോൾ കണക്ഷൻ ഉണ്ട്, ഒരു ദൈവികമായ പ്രണയമുണ്ട് നിങ്ങളോട്. പരസ്പരം നിങ്ങൾ അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായപ്പോൾ കുറച്ചുകൂടി സാന്ത്വനമേകിയത് നിങ്ങളുടെ വാക്കുകളാണ്, അല്ലെങ്കിൽ നിങ്ങളാണ് അവരെ കൂടുതൽ കെയർ ചെയ്തത്, സപ്പോർട്ട് ചെയ്തത്. ഇതൊക്കെ അവരുടെ ഉള്ളിലുണ്ട്. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ അവരുടെ ചില പ്രശ്നങ്ങൾ പറഞ്ഞ് നിങ്ങളെ വിഷമിപ്പിക്കാൻ അവരിപ്പോൾ ആഗ്രഹിക്കുന്നില്ല. പ്രശ്നമുണ്ട്, അത് കുറച്ച് കൂടുതൽ വഷളാക്കാനും ഒന്നും അവരിപ്പോൾ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് ഇവിടെ നമ്മൾ കാണുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഇവിടെ വെയിറ്റിംഗ് ഉണ്ട്. സക്സസ് ആയിട്ട് ഈ ജീവിതം, ഈ ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നു. ഈ ഒരു റീഡിംഗ് എന്ന് പറയുന്നത് എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും ബാധകമാണ്. കപ്പിൾസിന്, ലവേഴ്സിന്, ഫ്രണ്ട്സിന്, ഫ്രണ്ട്ഷിപ്പ് കൊണ്ടുപോകുന്ന ആൾക്കാർക്ക്, ഇനി ഏത് തരത്തിലുള്ള റിലേഷൻഷിപ്പിലാണോ നിങ്ങൾ, അവിടെ നിങ്ങൾക്കിത് ബാധകമാണ്. നിങ്ങളുടെ സാഹചര്യമാണ് ഇവിടെ എടുക്കേണ്ടത്. മനസ്സിലായോ? അപ്പോൾ നമ്മളിപ്പം പിന്നീട് നിങ്ങളെ പറ്റി ചിന്തിക്കുന്നത് ഇതാണ്. നമ്മളിപ്പോൾ പറഞ്ഞു വന്നത് അവരുടെ കറണ്ട് എനർജിയാണ്, കറണ്ട് സിറ്റുവേഷൻ ആണ്, അവരുടെ മനസ്സിലുള്ള കാര്യങ്ങളും ഒക്കെയാണ് അവരുടെ മുഴുവൻ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അവരുടെ ഇപ്പോഴത്തെ സാഹചര്യമാണ് ഇത്. അപ്പോൾ അവരെന്തായാലും ഒരു ജഡ്ജ്മെന്റ് ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളോട് കൂടിച്ചേരാനും ആഗ്രഹിക്കുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് എന്താണ്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹത്തെ കുറിച്ചുള്ള ആറ്റിറ്റ്യൂഡ് എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ഇവിടെ 3 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. നമ്മളിവിടെ പറഞ്ഞു ചിലപ്പോൾ തേർഡ് പാർട്ടികൾ ഉണ്ടാവാം എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും എന്തോ ഇതിനിടയിൽ പ്രശ്നമുണ്ട്. അത് തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ അവർക്ക് വേറൊരു വ്യക്തിയുമായിട്ട് കണക്ഷൻ ഉണ്ട് എന്ന് മാത്രം തെറ്റിദ്ധരിക്കരുത്. ചിലപ്പോൾ അത് ഉണ്ടാവാം. അത് ചിലപ്പോൾ നിങ്ങളോട് പറയാതെ മൂടി വെക്കുകയാവാം. അതിനിടയിൽ നിങ്ങളോട് ആത്മമിത്രത്തെ പോലെ നിങ്ങളെ സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. ഇനി നിങ്ങളിപ്പോ ചോദിക്കും, അത്രമാത്രം ആത്മബന്ധം ഉണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ആത്മമിത്രത്തെ പോലെ സോൾമേറ്റ് കണക്ഷൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടും എന്തുകൊണ്ട് മറ്റൊരാളിനോട് സ്നേഹം തോന്നി എന്ന്. ചിലപ്പോൾ നിങ്ങളെ കണ്ട് സ്നേഹം തുടങ്ങിയതിന് മുൻപേ തന്നെ ഏതെങ്കിലും ഒരു വ്യക്തിയുമായിട്ട് അവർക്ക് ഇഷ്ടമുണ്ടായിരിക്കാം. അത് കുറച്ചൊക്കെ ഒന്ന് മാറിയതിന് ശേഷമായിരിക്കാം, ആ ഒരു ബന്ധത്തെ ഇവർ വേണ്ടെന്ന് വെച്ചതിന് ശേഷമായിരിക്കാം നിങ്ങളോട് ഇത്തരത്തിലുള്ള കണക്ഷൻ തുടങ്ങിയത്. നിങ്ങളുമായി മുന്നോട്ട് പോകുന്നതിനിടയിൽ ചിലപ്പോൾ മുൻപേ ഉള്ള വ്യക്തി തിരികെ വന്നിരിക്കാം. അവരെന്തെങ്കിലുമൊക്കെ ലോഹ്യമൊക്കെ ചോദിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇഷ്ടം കൂടി വീണ്ടും ഇവർക്കൊരു ശല്യമായി വന്നിട്ടുണ്ടാവാം. അവരത് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുമായിട്ടുള്ള കണക്ഷനാണ് അവർ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവിടെ ആഗ്രഹിക്കുന്നത്. ഇനി അതുമല്ല, ഇവിടെ സാമ്പത്തിക പ്രശ്നം വന്നല്ലോ. സാമ്പത്തിക പ്രശ്നം വന്നു എങ്കിൽ തീർച്ചയായിട്ടും അതിലും ഏതെങ്കിലും ഒരു വ്യക്തി ഉൾപ്പെട്ടിട്ടുണ്ടാവാം. ഇനി അതുമല്ല, അവരുടെ ബന്ധുക്കളെ സാമ്പത്തികം കൊടുത്ത് സഹായിക്കുന്നുണ്ടാവാം. അങ്ങനെ സഹായിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളോടുള്ള കണക്ഷനിൽ നിന്നും കുറച്ച് കൂടുതലായിട്ട് അവരോടും സ്നേഹം തോന്നാം. ഇനി അതുമല്ല, ഏതെങ്കിലും വ്യക്തികൾ ഇവരോട് സാമ്പത്തികം ചോദിച്ചിട്ട് ഇവരെ ചീറ്റ് ചെയ്തിട്ടുണ്ടാവാം. ഈ കാര്യങ്ങളൊന്നും നിങ്ങളോട് ഇവിടെ പറയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഹൈ പ്രീസ്റ്റസിന്റെ എനർജിയിൽ വന്നിരിക്കുന്നത് ഈ കാര്യങ്ങൾ ഇപ്പോൾ സത്യസന്ധമായ രീതിയിൽ നിങ്ങളോട് അവതരിപ്പിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ വളരെയേറെ അവരെ തെറ്റിദ്ധരിക്കുന്നുമുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഇത്തരത്തിലുള്ള എനർജിയിൽ നിന്നും അവർ മുന്നോട്ട് വന്ന് നിങ്ങളെ പറ്റി ഇവിടെ ചിന്തിക്കുന്നത് എന്താണെന്ന് നമ്മൾ ചോദിച്ചപ്പോൾ 3 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ സ്നേഹബന്ധത്തിന് ഇടയിൽ, നിങ്ങളുടെ സ്നേഹബന്ധത്തിനിടയിൽ മൂന്നാമതൊരു വ്യക്തി ഉണ്ട്. അത് എന്തുമാകാം, വ്യക്തിയാവാം, ചില സാഹചര്യങ്ങളുമാകാം. മനസ്സിലായോ? ചില സാഹചര്യങ്ങളുമാകാം, ചിലർക്ക് ചില വ്യക്തികളാവാം, ചിലർക്ക് ചില സാഹചര്യങ്ങളുമാകാം. സാമ്പത്തിക പ്രശ്നമാകാം, അവർക്ക് ജോലിയുടെ പ്രശ്നം ഉണ്ടാവാം. അത് സോൾവ് ആയതിനു ശേഷം നിങ്ങളിലേക്ക് വരാനായിരിക്കാം ഇവിടെ ആഗ്രഹിക്കുന്നത്. നിങ്ങളോട് ഇപ്പോഴുള്ള ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ 8 ഓഫ് പെന്റക്കിൾസ് ആണ്. എത്ര കഷ്ടപ്പെട്ടാലും നിങ്ങളോടുള്ള സ്നേഹത്തെ നിലനിർത്തണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്.
കുറച്ച് ബുദ്ധിമുട്ടായിരിക്കാം നിങ്ങളോടുള്ള സ്നേഹത്തെ ഒന്ന് നിലനിർത്താൻ. അത് ഇവിടെ കാണുന്നുണ്ട്. അവരങ്ങനെ ബുദ്ധിമുട്ടുന്നതായിട്ടാണ് നമ്മളിവിടെ കാണുന്നത്. ബുദ്ധിമുട്ടുകയല്ല, നിങ്ങളോടുള്ള സ്നേഹം നിലനിർത്തണം എന്നവർ അതിയായി ആഗ്രഹിക്കുന്നു. തൽക്കാലത്തെ അവസ്ഥ അവർക്ക് കുറച്ചൊന്ന് പ്രശ്നത്തിലാണ് എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ ആ ബുദ്ധിമുട്ട് വന്നത്. അപ്പൊ ഇവിടെയോ 3 of Wands വീണ്ടും വന്നിട്ടുണ്ട്. ഇവിടെ അവരുടെ കറണ്ട് എനർജിയിലും 3 of Wands വന്നിരിക്കുന്നു, ഇവിടെയും വന്നിരിക്കുന്നു. കാരണം ഇവർ ആ രണ്ട് പാർട്ടികൾക്കിടയിലും ഇവർ എന്താണ്, നിങ്ങൾക്കും അവർക്കും ഇടയിൽ, നിങ്ങൾക്കും ആ ഒരു സാഹചര്യത്തിനും ഇടയിൽ ഇവർ കുടുങ്ങുന്നു എന്നുള്ളതാണ്. അല്ല എങ്കിൽ അവർ നിങ്ങളെപ്പറ്റി മാത്രം ചിന്തിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. നിങ്ങൾക്കും അവർക്കും ഇടയിലുള്ള മറ്റു പ്രശ്നങ്ങൾക്കിടയിൽ വന്നിട്ട് നിങ്ങളെപ്പറ്റി അവർ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇനി അടുത്തതായിട്ട് വേൾഡ്. നിങ്ങളോടുള്ള സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവർക്കൊരു സഫലത നൽകുന്നതായിരുന്നു. മറ്റിനി എത്ര തേർഡ് പാർട്ടികൾ വന്നാലും, എത്രയൊക്കെ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാലും നിങ്ങളോടുള്ള സ്നേഹത്തെ അവർക്ക് നിലനിർത്തണം എന്ന് തന്നെയാണ് ആഗ്രഹം. ഇവിടെ അതിന് കുറെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ അവസാനിപ്പിച്ചിട്ട് വീണ്ടും പുതിയൊരു തുടക്കത്തിലേക്ക് വരണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. അടുത്തായിട്ട് മജീഷ്യനാണ് വന്നിരിക്കുന്നത്. അവർ നിങ്ങൾക്ക് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യം അവർ സഫലമാക്കുക തന്നെ ചെയ്യുക. അവർക്കത് സഫലമാകും. നിങ്ങളെപ്പറ്റി ചിന്തിക്കുമ്പോഴാണ് അവരുടെ മാനിഫെസ്റ്റ് ചെയ്യുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളോടുള്ള സ്നേഹം തന്നെയാണ് ഇവിടെ മാനിഫെസ്റ്റിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ തമ്മിൽ വീണ്ടും ഒരു പുതിയ തുടക്കത്തിലേക്ക് പോകും. എങ്ങനെയാണ്? 2 of Cups വീണ്ടും നിങ്ങൾ തമ്മിൽ കൂടെ ചേരും. കൂടെ ചേർന്ന് കോംപ്രമൈസ് ചെയ്ത് പരസ്പരം സപ്പോർട്ട് ചെയ്ത് പരസ്പരം കെയർ ചെയ്ത് നല്ലൊരു ലൈഫിലേക്ക് വീണ്ടും പോകും. എന്നും നിലനിൽക്കുന്ന ആ ഒരു സ്നേഹബന്ധത്തിലേക്ക് നിങ്ങൾ വീണ്ടും കടക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നിങ്ങളെപ്പറ്റി ചിന്തിക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ അവരുടെ സോൾമേറ്റ് ആണ്. നിങ്ങൾ എല്ലാ കാര്യങ്ങളും എപ്പോഴും നിങ്ങളോട് പറഞ്ഞിരുന്നു മുൻപൊക്കെ. ഇപ്പോഴവർക്കത് പറയാൻ സാധിക്കുന്നില്ല. എന്നാൽ നിങ്ങളോട് അതിരറ്റ സ്നേഹം ഉണ്ട് താനും. അതാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ ഒരിക്കലും മറന്നിരിക്കാൻ അവരെ കൊണ്ട് പറ്റുന്നില്ല. അവസ്ഥയിലായാലും ഏതൊരവസരത്തിലായാലും നിങ്ങളെ മറന്നുകൊണ്ട് അവർ മുന്നോട്ട് പോകുന്നില്ല. പിന്നെ ചില കാര്യങ്ങൾ നിങ്ങളോട് ഒളിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. സമയമാകുമ്പോൾ ചിലപ്പോൾ നിങ്ങളോട് പറയും. ഈ ഒരു സമയത്ത് അവർ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവെക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായി? ഇനി നിങ്ങൾക്ക് ഇനി എന്താണ് നിങ്ങളുമായിട്ടൊരു കൂടിച്ചേർച്ച വരുമോ എന്ന് നമുക്കൊന്ന് നോക്കാവേ. നിങ്ങളോടൊപ്പം കടന്നു പോകണം. ഇവിടെ കണ്ടില്ലേ 6 of Swordsന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങളോടൊപ്പം തന്നെ മുന്നോട്ട് പോകണമെന്ന് അവർ ആഗ്രഹിക്കുന്നു എന്ന് കാണുന്നുണ്ട്. ഇവിടെ കണ്ടില്ലേ Ace of Pentacles ആണ്. വീണ്ടും ഒരു കമ്മിറ്റ്മെന്റിലൂടെ മുന്നോട്ട് പോകും നിങ്ങളുടെ ഈ ഒരു സ്നേഹബന്ധം. അതിന് എത്ര ദിവസം താമസിച്ചാലും, നിങ്ങൾ ഇനി എന്തെല്ലാം പറഞ്ഞാലും, നിങ്ങൾ അവരെ ഉപേക്ഷിച്ചാലും അവർ നിങ്ങളെ ഉപേക്ഷിക്കാൻ തയ്യാറല്ല. കാരണം ഇവിടെ നിങ്ങൾ തമ്മിൽ ഒരു സോൾമേറ്റ് കണക്ഷൻ ഉണ്ട്. ദൈവം കൂട്ടിച്ചേർത്ത ഒരു ബന്ധമാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇതിനെ ഉപേക്ഷിക്കാൻ അവർ തയ്യാറാവുകയില്ല. ഇത് വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരിക്കും. കാരണം എത്രമാത്രം പിണങ്ങിയാലും വീണ്ടും നിങ്ങൾ അടുത്തുകൊണ്ടേയിരിക്കും. ചിലപ്പോൾ മാസങ്ങളെടുക്കാം, ചിലപ്പോൾ വർഷങ്ങളെടുക്കാം. എന്നിരുന്നാലും അവരുടെ ഉള്ളിൽ നിന്ന് നിങ്ങളോടുള്ള സ്നേഹം മായ്ക്കാൻ പറ്റില്ല, മറന്നു പോവുകയുമില്ല. ലവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ? ഇതിൽ പരം എന്താണ് വേണ്ടത്? നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ള ഒരു ഡിവൈൻ കണക്ഷൻ ആണ് നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു സ്നേഹബന്ധമെന്ന്. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എക്കാലത്തേക്ക് നിലനിൽക്കുന്ന സ്നേഹബന്ധമാണ് നിങ്ങൾ തമ്മിലുള്ളത്. ഇവിടെ നിങ്ങൾ തമ്മിൽ കൂടിച്ചേർന്നപ്പോഴാണ്, അല്ലെങ്കിൽ അവർക്ക് നേരത്തെ തന്നെ അവർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം, നിങ്ങൾ അവരോടും പറഞ്ഞിട്ടുണ്ടായിരിക്കാം. തമ്മിൽ കൂടിച്ചേർന്നപ്പോഴാണ് ഒരുപാട് മാനസികമായിട്ട് സന്തോഷം ലഭിച്ചത്, മനസ്സിന് ശാന്തി ലഭിച്ചത്. ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിലാവാൻ നിങ്ങൾ കണ്ടുമുട്ടിയത്. അവർക്കും ഐശ്വര്യം ഉണ്ടായി, സമൃദ്ധി ഉണ്ടായി. നിങ്ങൾക്കും അതുപോലെ തന്നെ ജീവിതത്തിൽ ഒരുപാട് പരിവർത്തനം സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു കൂടിച്ചേരൽ അത് നിങ്ങൾക്ക് പരസ്പരം മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ വീണ്ടും നിങ്ങൾ കൂടിച്ചേരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. എന്തൊക്കെ 3 of Swordsന്റെ എനർജി കൊണ്ട് ഇവിടുത്തെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നുണ്ട്. മറ്റു പല പ്രശ്നങ്ങളും കാണുന്നുണ്ട്. ഒരുപാട് മാനസിക വിഷമത്തിലുമായിരിക്കാം. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും നിങ്ങൾ തമ്മിൽ ഇവിടെ കൂടിച്ചേരും. കടന്നു പോകും. നിങ്ങൾ ഇവിടെ നിന്നും ഇപ്പോഴത്തെ ഈ നെഗറ്റീവ് എനർജിയിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് പോകും.
അതുപോലെ തന്നെ വീണ്ടും ഒരു കമ്മിറ്റ്മെന്റിലൂടെ നിങ്ങൾ മുന്നോട്ട് വരുന്നു. ഇവിടെയോ ഒരിക്കലും നഷ്ടപ്പെടാത്ത സ്നേഹത്തെ നിലനിർത്താൻ തയ്യാറാവുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചെറിയ റീഡിങ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കില്ലേ. പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.